ഒരിക്കല് കൺഫ്യൂഷസ് വീട്ടിൽ നിന്നും നാടുമെടുത്ത് കാട് കാണാൻ ഇറങ്ങുകയാണ്. അങ്ങനെ കാട്ടിലൂടെ കൺഫ്യൂഷസ് കാട് ആസ്വദിച്ചുകൊണ്ട് നടക്കുകയാണ്. കാടിൻ്റെ വന്യതയും മൃഗങ്ങളെയും പക്ഷികളെയും ശാന്തതയും ഒക്കെ ആസ്വദിച്ച് കൺഫ്യൂഷസ് നടന്ന് കൺഫ്യൂഷസ് കാടിൻ്റെ ഹൃദയഭാഗത്തെത്തിയപ്പോൾ ഒരു വലിയ നദീതീരത്തിന് അരുവിലായിട്ട് വളരെ മനോഹരമായ ഒരു കുടില് കണ്ടു. കൺഫ്യൂഷസിന് അത്ഭുതമായി. കാരണം കൊടും കാടിനുള്ളിൽ ഇതാ മനോഹരമായ കുടില്. ആരാണ് ഈ കുടിലിന്റെ ഉടമസ്ഥൻ എന്നൊക്കെ അറിയാൻ വലിയ തിടുക്കമായി കൺഫ്യൂഷസ് ആ നദി മുറിച്ചു കടന്ന് ആ കുടിലിന് നേരെ നടന്നു. കുടിലിന് അടുത്തെത്തുമ്പോൾ കുടിലിന്റെ ഉമ്മറത്തിന്മേലിരുന്ന് ഒരു വൃദ്ധൻ കരയുന്നുണ്ടായിരുന്നു. കൺഫ്യൂഷസിന് വളരെ അത്ഭുതം തോന്നി. കൊടും കാടിന്റെ നടുവിൽ ഒരു വീട്, അതിലിരുന്നതാ ഒരു വൃദ്ധൻ കരയുന്നു. കൺഫ്യൂഷസ് അദ്ദേഹത്തിന്റെ അടുത്തെത്തി. എന്നിട്ട് ചോദിച്ചു, എന്തിനാണ് താങ്കൾ ഇവിടെ ഇരുന്ന് ആരോരുമില്ലാത്ത ഈ വീട്ടിലിരുന്ന് കരയുന്നത് എന്ന് ചോദിച്ചു. വൃദ്ധൻ പറഞ്ഞു, എനിക്ക് എല്ലാവരും ഉണ്ടായിരുന്നു. എൻ്റെ ഭാര്യയെ 2 മാസം മുമ്പ് കടുവ പിടിച്ചു കൊണ്ടുപോയി. എൻ്റെ കുഞ്ഞുങ്ങളെയും 1 മാസം മുമ്പ് കടുവ പിടിച്ചു കൊണ്ടുപോയി. ഇപ്പോൾ ഈ വീട്ടിൽ ഞാൻ തനിച്ചാണ് എന്ന് പറഞ്ഞു. കൺഫ്യൂഷസിന് വളരെ ദുഃഖം തോന്നി. വൃദ്ധനായ ഒരാൾ, അയാളതാ കാടിൻ്റെ നടുവിൽ ഒറ്റയ്ക്കൊരു കുടിലിൽ താമസിക്കുന്നു. കൺഫ്യൂഷസ് പറഞ്ഞു, നിങ്ങൾക്ക് എൻ്റെ കൂടെ നാട്ടിലേക്ക് വരാം. നിങ്ങൾക്ക് നാട്ടിലേക്കുള്ള വഴി അറിയില്ലെങ്കിൽ ആ വഴി ഞാൻ കാണിച്ചു തരാം. ഇനി നാട്ടിൽ താമസിക്കാൻ ഒരു ഇടമില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ നിങ്ങൾക്ക് താമസിക്കാം. ജോലിയും ഞാൻ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തരപ്പെടുത്തി തരാം. നിങ്ങളിങ്ങനെ കാടിൻ്റെ നടുവിൽ കഴിയണ്ട, നിങ്ങൾക്ക് നാട്ടിലേക്ക് വരാം എന്ന് കൺഫ്യൂഷസ് പറഞ്ഞു. വൃദ്ധൻ കുറച്ചു നേരം മൗനം പൂണ്ടിരുന്നു. എന്നിട്ട് കൺഫ്യൂഷസിനോട് പറഞ്ഞു, ഞാൻ നാട്ടിലേക്കില്ല എന്ന്. കൺഫ്യൂഷസ് വളരെ അത്ഭുതത്തോടു കൂടി വൃദ്ധന്റെ മുഖത്തേക്ക് നോക്കി. എന്തുകൊണ്ടാണ് നിങ്ങൾ നാട്ടിലേക്കില്ലാത്തത് എന്ന് ചോദിച്ചു. വൃദ്ധൻ മറുപടി നൽകി, അവിടെ ഒരു സർക്കാരുണ്ട്, ഞാൻ നിങ്ങളുടെ നാട്ടിലേക്കില്ല അതുകൊണ്ട് എന്നതായിരുന്നു ആ മറുപടി.